ഭർത്താവ് ചോറുണ്ട ശേഷം അറിയാതെ അയാളുടെ കൈ തട്ടി ആ തട്ടം തറയിലേക്ക് വീഴുകയാണ്. അതെടുക്കാൻ കുനിഞ്ഞ ഭാര്യ ആ തട്ടത്തിൻ്റെ പിറകെ കണ്ട കാഴ്ചയിൽ പകച്ചുപോയി. എന്താണ് അവരവിടെ കണ്ട കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സീരീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഹൈദരാബാദിലെ അമ്മൻ നഗറിലാണ് 45 വയസ്സുള്ള വസീമും അയാളുടെ 33 വയസ്സുള്ള ഭാര്യ നസീമയും താമസിച്ചിരുന്നത്. 15 വർഷം മുൻപേ ഇവരുടെ വിവാഹം കഴിഞ്ഞതാണ്. ആരംഭത്തിൽ ഇവർ നല്ല സ്നേഹത്തിലാണ് എല്ലാവരെയും പോലെ കഴിഞ്ഞിരുന്നത്. നസീമയ്ക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ നല്ലൊരു തൈക ജോലിയൊക്കെ അറിയാമായിരുന്നു. എന്നാൽ വസീമും ഒത്തുള്ള ജീവിതം തുടങ്ങിയതോടെ അയാൾ അതിന് അനുവദിച്ചില്ല. ഭാര്യയെ ജോലിക്ക് വിടുന്നതോ ഭാര്യ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതോ ഒന്നും വസീമിന് ഇഷ്ടമല്ലായിരുന്നു. വസീം ഭയങ്കര ദൈവവിശ്വാസിയാണ്. തൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ തന്നെ ഉണ്ടാവണമെന്നും അത് ദൈവത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ നടക്കണമെന്നും വസീമിന് വളരെ നിർബന്ധമായിരുന്നു. വസീം പറയുന്നതിന് ഒരു മറുവാക്കും നസീമയ്ക്കില്ല. അങ്ങനെ പോകവേ ഇവർക്ക് അധികം താമസിയാതെ തന്നെ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. എന്നാൽ വസീമിന് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല. അയാൾക്ക് കുടുംബത്തിന് ഒരു അവകാശിയായിട്ട് ഒരു ആൺകുട്ടിയെ തന്നെ വേണമെന്നാണ് നിർബന്ധം. ആൺകുട്ടി മാത്രമേ തൻ്റെ അനന്തരാവകാശിയാവുകയുള്ളൂ എന്നാണ് വസീം വിചാരിച്ചിരുന്നത്. മാത്രമല്ല, ആൺകുട്ടിയുടെ പിതാവായാൽ മരണശേഷം തൻ്റെ ആത്മാവിന് പുണ്യം കിട്ടുമെന്നും അയാൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമുണ്ടായ പെൺകുഞ്ഞിനെ അയാൾ നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നസീമയോട് വസീം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതിപ്പോൾ ആദ്യത്തെ കുട്ടി ഇങ്ങനെയായി, ഇനി രണ്ടാമത്തെ കുട്ടിയെങ്കിലും ആണ് തന്നെ വേണം, അതിന് ഒരുപാട് വൈകാൻ പാടില്ല. ഇത് കേട്ട് നസീമ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ആ സ്ത്രീക്ക് വസീമിനെ എതിർക്കാനുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും നസീമ ഗർഭിണിയാവുകയാണ്. ആ പ്രസവത്തിലും അവൾക്ക് പെൺകുട്ടി തന്നെയാണ് ഉണ്ടായത്. ഇത് വസീമിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അയാൾ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ നോക്കിയിട്ട്, നീ എനിക്ക് അവകാശിയായിട്ട് ആൺകുട്ടിയെ എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ദേഷ്യത്തോടെ ചോദിക്കാൻ തുടങ്ങി. ആ പാവപ്പെട്ട സ്ത്രീക്ക് ഇതെല്ലാം സഹിക്കുകയല്ലാതെ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു. നസീമയുടെ അമ്മയുടെ വീടും, അതായത് ഉമ്മയുടെ വീടും നസീമ താമസിക്കുന്ന വീടിന് ഒരു 4 തെരുവിനപ്പുറമാണ് ഉള്ളത്. ഇതാണ് നിങ്ങൾക്ക് ദൈവം വിധിച്ചത്, അതുകൊണ്ട് ഇനിയൊരു കുട്ടിയൊന്നും വേണ്ട എന്ന് നസീമയുടെ ഉമ്മയും വസീമിൻ്റെ ബന്ധുക്കളും എല്ലാവരും പറഞ്ഞെങ്കിലും വസീം അതിന് തയ്യാറല്ല. അയാളുടെ പിടിവാശി കാരണം ആ സ്ത്രീ വർഷം തോറും ഗർഭിണിയാവുക, പ്രസവിക്കുക എന്ന രീതിയിൽ പോയി. അവരുടെ ആരോഗ്യം പോലും ഇയാൾ കണക്കിലെടുത്തില്ല. അങ്ങനെ മൊത്തം 4 കുട്ടികളെ നസീമ പ്രസവിക്കുകയാണ്. ഈ 4 പെൺകുട്ടികൾ തന്നെയായിരുന്നു. ഇതോടെ പ്രതീക്ഷ നശിച്ച വസീം ഭാര്യയെ ആൺകുട്ടിയെ പ്രസവിക്കാൻ കഴിയില്ലാത്തവൾ എന്നും പറഞ്ഞിട്ട് അടിക്കാനും തൊഴിക്കാനും ഒക്കെ തുടങ്ങി. മാത്രമല്ല, ഈ 4 കുട്ടികളുടെയും ഒരു കാര്യവും ഇയാൾ അന്വേഷിക്കാതെ ഒഴിഞ്ഞു മാറാനും തുടങ്ങി. വസീമിൻ്റെ ജോലി ടാക്സി ഡ്രൈവറായിരുന്നു. മകൻ്റെ പിതാവാകാൻ പറ്റാത്ത ദേഷ്യത്തിലും നിരാശയിലും അയാൾ ആ ജോലിയും വിട്ട് പിന്നെ വീട്ടിൽ തന്നെ ഇരിപ്പായി. 4 മക്കളുടെയും തൻ്റെയും ഭാവി ഇരുട്ടിലായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നസീമ ആകെ വിഷമിച്ചു. അയൽപക്കത്ത് ചിലരോട് കഷ്ടം പറഞ്ഞതോടെ അവരുടെയും നസീമയുടെ ഉമ്മയുടെയും സഹായത്തോടെ അവൾ വീണ്ടും തയ്യൽ ജോലി തുടരുകയാണ്. അതിനായിട്ട് നസീമ ഒരു തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ച് വീട്ടിലിരുന്ന് തുണികളൊക്കെ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി. ഭാര്യ തയ്യൽ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും എതിർപ്പുണ്ടായിരുന്ന വസീം ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. കാരണവുമുണ്ട്. അതായത്, ആ തുച്ഛമായ പൈസ കൊണ്ട് അവർ വീട്ടുകാര്യം നോക്കുന്നതും അയാൾക്ക് എളുപ്പമായിരുന്നു. കാരണം അയാൾ പണിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഭാര്യ ജോലി ചെയ്യുന്ന കാശ് കൊണ്ട് വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യമൊക്കെ ഭാര്യ തന്നെയാണ് നോക്കുന്നത്. അതുമാത്രവുമല്ല, തയ്യലിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ പൈസ പോലും വസീം അയാളുടെ ആവശ്യങ്ങൾക്ക് പിടിച്ചു പറിച്ച് വാങ്ങിക്കും. വസീം ചോദിക്കുന്ന പണമെല്ലാം നസീമ കൊടുത്തിരുന്നു. അവരതിലും ഒരു എതിർപ്പും കാണിച്ചില്ല. കയ്യിൽ പണമൊക്കെ തീർന്ന സമയത്താണ് വസീം പണം ആവശ്യപ്പെട്ടാൽ ഉമ്മയുടെ കയ്യിൽ നിന്നും വരെ കടം വാങ്ങിയിട്ട് വസീമിന് നസീമ കൊടുത്തിരുന്നു. എന്നാലും ആ സ്ത്രീ മറുത്തൊരു വാക്ക് ഇയാളോട് പറയില്ല. കാരണം ഇയാൾ അത്രയ്ക്ക് അവർക്ക് പേടിയായിരുന്നു. ആരെങ്കിലും ഇങ്ങനെ ഇയാളെ സ്നേഹിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നസീമ പറഞ്ഞിരുന്ന മറുപടി, എന്തെങ്കിലും ഒരിക്കൽ അയാൾ നന്നാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ്.
എന്നാൽ നസീമയുടെ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. 8 വർഷമായി. ഒരു മാറ്റവും നസീമയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. 8 വർഷം കഴിഞ്ഞപ്പോൾ വസീം ഒരു തീരുമാനം ഭാര്യയോട് പറയുകയാണ്. എനിക്കെന്തായാലും എൻ്റെ അനന്തരാവകാശിയായിട്ട് നീ ഒരു ആൺകുഞ്ഞിനെ തരത്തില്ല, കൊണ്ട് അത് സാധിക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു വിവാഹം കൂടി കഴിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് നസീമ ഇയാൾ ഈ പ്രായത്തിൽ ഇനി കെട്ടാനൊന്നും പോകുന്നില്ല എന്ന് കരുതി അതത്ര ഗൗനിച്ചില്ല. എന്നാൽ വസീം പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. അയാൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറുകയാണ്. അയാളുടെ ജീവിതം ആ സ്ത്രീയുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് നസീമയ്ക്ക് വലിയൊരു ആഘാതമായി പോയി. എന്തു തന്നെ ആയാലും 4 മക്കളുടെ അച്ഛനാണ്. അയാളെ കൊണ്ടൊരു പ്രയോജനമില്ലെങ്കിലും അച്ഛനെന്നൊരു പേരിന് അയാൾ ഉണ്ടല്ലോ എന്നൊരു സമാധാനം നസീമയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതും പോയി കിട്ടി. നസീം പുതിയ ഭാര്യയുമായിട്ടുള്ള ജീവിതം തുടങ്ങിയതോടെ പിന്നെ ഇങ്ങോട്ടേക്ക് വരവില്ലാതായി. ഇതിൽ നസീമ തളരാതെ തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ മനസ്സ് പാകപ്പെടുത്തി അവർ ഈ തയ്യൽ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ 6 മാസം കഴിഞ്ഞതും പണം ആവശ്യപ്പെട്ട് നസീമയുടെ അടുക്കൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് വസീം ചെയ്തത്. ഇത് നസീമയ്ക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. സകല ധൈര്യവും സംഭരിച്ചിട്ട് തന്നെ വസീമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ മറ്റൊരു ജീവിതം നോക്കി പോയവനാണ്. ആ ജീവിതത്തിന് പണം തരാൻ എനിക്ക് പറ്റില്ല. എൻ്റെയും മക്കളുടെയും കാര്യം നോക്കാതെ പോയ നിങ്ങൾ ഇനി പണവും ചോദിച്ച് ഇവിടേക്ക് വരരുത്. ഇത്രയും കാലം താൻ പറയുന്നതിനും ചെയ്തതിനും ഒന്നും മറുത്തൊരക്ഷരം പറയാത്തവൾ ഇപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ട് വസീമിന് സകല നിയന്ത്രണവും പോയി. അയാൾ എന്നാലും ദേഷ്യം കടിച്ചമർത്തി പ്രതികരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇനി വസീമിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് കരുതി നസീമ സമാധാനിച്ചു. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ അപ്പോഴും പാളിപ്പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് രാവിലെ വസീം നസീമയെ കാണാൻ എത്തുകയാണ്. വന്ന ഉടനെ വസീം പറഞ്ഞത്: എനിക്ക് നിൻ്റെ കുടുംബത്തിൽ നിന്നും കുറച്ച് സ്ത്രീധനമേ നിൻ്റെ ഉമ്മ തന്നിട്ടുള്ളൂ. അത് പോരാ, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വിചാരിക്കുകയാണ്. അതിന് ഒരുപാട് കാശ് വേണം. നീ ബാക്കി സ്ത്രീധനം കൂടി എത്രയും പെട്ടെന്ന് വാങ്ങിത്തരണം. ഇത് കേട്ട നസീമ: നിങ്ങൾ മറ്റൊരു ജീവിതത്തിലാണിപ്പോൾ, അതുകൊണ്ട് അവിടെ പോയി സ്ത്രീധനം വാങ്ങിയാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്ന് ശക്തമായിട്ട് അയാളോട് പറയുകയാണ്. നസീമയുടെ ഈ മുഖത്തടിച്ചുള്ള സംസാരം കേട്ടതോടെ വസീമിന് കുറച്ചുകൂടി അവരിലോട്ട് ദേഷ്യം വരികയാണ്. നസീമയെ പറ്റി പല മോശം വാക്കുകളും അയാളുടെ വായിൽ നിന്നും വന്നതോടെ നസീമയും വിട്ടുകൊടുത്തില്ല. ഇവർ രണ്ടുപേരും നല്ല വഴക്കായി. ഭാര്യ ഇത്രയും തൻ്റെ നേരെ സംസാരിക്കാൻ തൻ്റെ ഇടം കാണിച്ചത് വസീമിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവിടെ നിന്നും ഇറങ്ങിപ്പോയ വസീമിൻ്റെ മനസ്സ് മുഴുവൻ ഭാര്യയുടെ ഈ ധൈര്യം കാണിക്കൽ ആലോചിച്ചുള്ള ദേഷ്യമായിരുന്നു. ഇനി ഇവളെ ഭൂമിക്ക് മീത് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത അയാളിലേക്ക് ശക്തമായി ഉണ്ടാവുകയാണ്. 2019 ജനുവരി 7 വൈകുന്നേരത്തോടെ വസീം കയ്യിലൊരു സ്ക്രൂ ഡ്രൈവർ, ചുറ്റിക, കത്തി ഇത്രയും ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ച് ബൈക്ക് റോഡിൽ വച്ചിട്ട് നസീമയുടെ അടുത്തേക്ക് വരികയാണ്. ഇയാളുടെ വരവ് വീണ്ടും പണവും ആവശ്യപ്പെട്ടുള്ള പ്രശ്നത്തിനാണ് എന്ന് കരുതിയ നസീമ കാണുന്നത് വളരെ ഭവ്യതയോടെ അതുവരെ കാണാത്തൊരു മുഖവുമായി നിൽക്കുന്ന വസീമിനെയാണ്. ആ സമയം മക്കളും ആ വീട്ടിലുണ്ട്. പതിവില്ലാതെ തൻ്റെ മക്കളെയും ചേർത്ത് പിടിച്ച് വസീം സ്നേഹം കാണിക്കാൻ തുടങ്ങി. ഇത് നസീമയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു. കുട്ടികൾക്കൊപ്പം കളിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്ത ശേഷം വസീം മക്കളോട് പറഞ്ഞു: നിങ്ങൾ 4 പേരും നിങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയിക്കോ, എനിക്ക് അമ്മയുമായിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം. നസീമയുടെ ഉമ്മ ഈ വീടിന് തൊട്ടപ്പുറത്താണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികളോട് അങ്ങോട്ടേക്ക് പോകാനാണ് വസീം ആവശ്യപ്പെട്ടത്. എന്നാൽ നസീമ വസീമിനോട് പറഞ്ഞു: എനിക്കൊന്നും തന്നോട് പറയാനില്ല, ഞാൻ കുട്ടികൾക്കൊപ്പം ഉമ്മയുടെ വീട്ടിൽ പോവുകയാണ് എന്ന്. നിങ്ങളിവിടെ നിൽക്കേണ്ട, പൊയ്ക്കോ എന്ന് നസീമ പറഞ്ഞു വിടുകയാണ്. വസീം നസീമയെ അങ്ങോട്ടേക്ക് വിടാൻ തയ്യാറായില്ല. അയാൾ നല്ലവൻ ചമഞ്ഞ് നിന്നോട് തനിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നസീമയ്ക്ക് കുറച്ച് അലിവൊക്കെ ഇയാളോട് തോന്നാൻ തുടങ്ങി. ഇത് മുതലെടുത്ത വസീം ഒട്ടും വൈകാതെ പിള്ളേരെ കൊണ്ടു ചെന്നിട്ട് അമ്മൂമ്മയുടെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു വന്ന വസീം എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി തരുമോ എന്ന് ഭാര്യയോട് ചോദിക്കുകയാണ്. അയാൾക്ക് കഴിക്കാൻ അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തതും വസീം വളരെ സന്തോഷത്തോടെ അത് മുഴുവൻ കഴിച്ച ശേഷം മനഃപൂർവ്വം അറിയാത്തതുപോലെ അയാൾ ആ തട്ടം താഴെ ഇട്ടു.
താഴെ വീണ തട്ടമെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് വസീം തട്ടമെടുത്തതും അത് വാങ്ങാൻ കുനിഞ്ഞ നസീമ കണ്ടത് ആ തട്ടത്തിനടിയിൽ വസീം പിടിച്ചിരുന്ന സ്ക്രൂ ഡ്രൈവറായിരുന്നു. ഇത് കണ്ട് ഞെട്ടൽ മാറും മുമ്പ് തന്നെ വസീം ആ സ്ത്രീയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ആ സ്ക്രൂ ഡ്രൈവർ കുത്തിയിറക്കി. അതോടെ തറയിൽ വീണ ആ സ്ത്രീയെ കത്തിയെടുത്ത് വസീം കഴുത്തറക്കുകയാണ്. പല തവണ ദേഷ്യം മാറും വരെ വസീം നസീമയുടെ ശരീരത്തിൽ കുത്തുകയും വെട്ടുകയും ഒക്കെ ചെയ്തു. ഇവരുടെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ഓടിക്കൂടി ആൾക്കാർ കാണുന്നത് വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നതാണ്. വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി നാട്ടുകാർ രക്തത്തെ കുളിച്ച് കിടക്കുന്ന നസീമയെ കണ്ട് നടുങ്ങിപ്പോയി. അപ്പോഴും ആ സ്ക്രൂ ഡ്രൈവർ ആ സ്ത്രീയുടെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വച്ച് തന്നെ നസീമ മരിച്ചു. പിൻവശത്തെ വാതിൽ വഴി വസീം പുറത്തേക്ക് ഓടി റോഡിലിരുന്ന അയാളുടെ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ഇത് നാട്ടുകാരിൽ പലരും കണ്ടതുമാണ്. സംഭവം അറിഞ്ഞതോടെ പോലീസിനോട് നാട്ടുകാർ വസീമിനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതോടെ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായി ഇരുന്ന വസീമിനെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുകയാണ്. ഇയാൾക്ക് കോടതി 13 വർഷമാണ് തടവ് വിധിച്ചത്. ആ 4 മക്കളും നസീമയുടെ ഉമ്മയുടെ തണലിലാണ് ജീവിക്കുന്നത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.